ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. ശബരിമല സ്വർണ്ണമോഷണത്തിൽ വലിയ ഗൂഢാലോചനയെന്ന ദേവസ്വം വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ട്. തിരുവാഭരണ കമ്മീഷണർ ഉൾപ്പെടെ അന്നത്തെ പ്രധാന ഉദ്യോഗസ്ഥരുടെ പേരുകളും റിപ്പോർട്ടിലുണ്ട്. ഭരണ നേതൃത്വത്തിന്റെ വീഴ്ചയും റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ദേവസ്വം ബെഞ്ച് പരിശോധിച്ച ശേഷം റിപ്പോർട്ട് SITക്ക് കൈമാറും. റഹീസ് റഷീദും ശ്യാം ദേവരാജുമുണ്ട്. ആദ്യം റഹീസിലേക്കാണ്. റഹീസ്, വിജിലൻസിന്റെ റിപ്പോർട്ടിൽ സർവത്ര ഗൂഢാലോചനയെന്നാണോ പറയുന്നത്? ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കാളികൾ എന്നതിന്റെ പേരുകളുണ്ടോ? എന്താണിപ്പോൾ നമുക്ക് അറിയാനാകുന്നത്? സ്മൃതി, ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം വിജിലൻസിലെ ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്ന് ഗൂഢാലോചന നടത്തി ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ 14 പാളികൾ കടത്തി എന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. അതിനുവേണ്ടി നേരത്തെ തന്നെ പദ്ധതി തയ്യാറാക്കിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ നിന്ന് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നു എന്നതിന് പകരം ചെമ്പ് പാളികൾ എന്ന് എഴുതിയത് എന്നതാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. ഒപ്പം അവിടെ അന്ന് ഇത് കൊണ്ടുപോകുന്ന ദിവസം അവിടെ ഹാജരായി സ്വർണത്തിൻ്റെതടക്കം അളവ് നോക്കേണ്ട തിരുവാഭരണ കമ്മീഷണർ KS ബൈജു അന്ന് അവിടെ എത്താതിരുന്നതിന് പിന്നിലും ടീമിന്റെ ഗൂഢാലോചനയാണ്. കാരണം അന്ന് തിരുവാഭരണ കമ്മീഷണർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര സ്വർണം ഉണ്ടായിരുന്നു എന്ന് കൃത്യമായി രേഖപ്പെടുത്തേണ്ടി വരുമായിരുന്നു എന്നതും പറയുന്നു. അതായത് ഇത് അവിചാരിതമായി പോറ്റി മാത്രം തീരുമാനിച്ച് കടത്തിക്കൊണ്ടുപോയതല്ല എന്നതാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. മറ്റൊന്ന്, കൊണ്ടുപോയത് സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ തന്നെ ആണ് പോറ്റിയുടെ കയ്യിലേക്ക് കൊടുത്തുവിട്ടത് എന്ന് സ്ഥിരീകരിക്കുന്നു. പക്ഷേ ആ സ്ഥിരീകരണം തന്ത്രി രാജീവ് കണ്ഠരയുടെ ഒരു ലെറ്ററുണ്ട്. ആ ലെറ്ററിൽ തന്ത്രി ദേവസ്വത്തിന് മൊഴി നൽകിയ പ്രകാരം പറയുന്നത് സ്വർണം പൂശിയ ചെമ്പുപാളി കൊണ്ടുപോകാനാണ് ഞാൻ അനുമതി നൽകിയത് എന്ന് അദ്ദേഹത്തിന്റെ ലെറ്റർ പാഡിൽ സ്വന്തം ഹാൻഡ് റൈറ്റിംഗിൽ എഴുതി അന്ന് നൽകിയിരുന്നു. ആ ലെറ്റർ പാഡ് ദേവസ്വം വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് മൊഴി നൽകുകയും ചെയ്തു. അവിടെ നിന്ന് കൊണ്ടുപോയത് സ്വർണമാണെന്ന് ഉറപ്പിക്കുമ്പോൾ ചെന്നൈയിലെത്തിയത് സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങളുടെ പാളി അല്ല എന്നും വിജിലൻസ് ഉറപ്പിക്കുകയാണ്. അതിന് വിജിലൻസിന് നിർണായക മൊഴി കൊടുത്തത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO പങ്കജാണ്. ആ പങ്കജിന്റെ മൊഴിയിലുള്ളത് അവിടെ കൊണ്ടുവന്ന ദ്വാരപാലക ശില്പങ്ങൾ മുമ്പ് സ്വർണം പാകിയതല്ല. അങ്ങനെ സ്വർണം പാകിയതാണെങ്കിൽ ഞങ്ങൾ അവിടെ പിന്നീട് സ്വർണം പൂശില്ല എന്ന് മാത്രമല്ല, അന്ന് പോറ്റി കൊണ്ടുവന്ന പാളികൾക്ക് അധിക കാലപ്പഴക്കമില്ല എന്നും കൂടി പറയുന്നുണ്ട്. അതായത് 2 നിഗമനത്തിലാണ് ദേവസ്വം വിജിലൻസിന്റെ അവസാന റിപ്പോർട്ടിലുള്ളത്. ശബരിമലയിൽ നിന്ന് കൊടുത്തുവിടുന്ന സമയത്ത് സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങളുടെ പാളിയും അത് ചെന്നൈയിൽ 39 ദിവസത്തിന് ശേഷം എത്തുന്ന സമയത്ത് സ്വർണം പൂശാത്ത ചെമ്പ് മാത്രമുള്ള പുതിയ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികളുമാണ് എത്തിയത്. ആ പാളി സ്വർണം പൂശി തിരിച്ച് സന്നിധാനത്തേക്ക് കൊണ്ടുവന്ന് ഇപ്പോൾ അവിടെ വെച്ചിരിക്കുന്നതാണ് എന്ന നിർണായക കണ്ടെത്തലാണുള്ളത്. ഇതിൽ ചില ഉദ്യോഗസ്ഥരുടെ പേരുകളുണ്ട്. അന്ന് ശബരിമലയിലെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന D സുധീഷ് കുമാറിന്റെ പേരുണ്ട്. തിരുവാഭരണ കമ്മീഷണറായിരുന്ന മുരാരി ബാബുവിന്റെ പേരുണ്ട്. തിരുവാഭരണ കമ്മീഷണറായിരുന്ന KS ബൈജുവിന്റെ പേരുണ്ട്. അഡ്മിനിസ്ട്രേഷൻ ഓഫീസറായ മുരാരി ബാബുവിൻ്റെതടക്കമുള്ള പേരുകളുണ്ട്. ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം FIR രജിസ്റ്റർ ചെയ്യുന്ന നടപടിക്രമങ്ങളുടെ ഭാഗമായി വേണമെങ്കിൽ, അതായത് 2 സാധ്യതകളാണുള്ളത്. ഹൈക്കോടതിയിലെ ശബരിമല ബെഞ്ചിന് തന്നെ നേരിട്ട് FIR ഇടാൻ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ SITയോട് നിർദ്ദേശിക്കാം. അതല്ലെങ്കിൽ ഇവിടെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് പോറ്റിക്കെതിരെ ഒരു പരാതി പോലീസിൽ നൽകുകയും അതനുസരിച്ച് FIR ഇട്ട് അതിൽ SIT അന്വേഷണം തുടങ്ങുകയും ആയിരിക്കും ചെയ്യുക. അത് ഹൈക്കോടതി നടപടിക്ക് ശേഷമായിരിക്കും. എന്തായാലും ദേവസ്വം ബോർഡ് പരാതി നൽകാനുള്ള എല്ലാ രേഖകളും അല്ലെങ്കിൽ പരാതി എഴുതി തയ്യാറാക്കി കാത്തു നിൽക്കുകയാണ്. ശരി.